അശ്വിൻ ബോച്ചയ്ക്ക് പിന്തുണയുമായി മുടിയൊക്കെ വളർത്തിയ മോച്ചെ എന്ന് പറയുന്ന ഒരാൾ വരുന്നു. അതാ വേറെ മുടി വളർത്തിയ ഒരാൾ ഇന്ന് പടക്കം പൊട്ടിക്കുന്നു. ബോബി ചെമ്മണ്ണ അനുകൂലമായി പോലീസ് പടക്കം പൊട്ടിക്കണ്ടെന്ന് പറയുമ്പോൾ പടക്കം പൊട്ടിച്ചേ പോകൂ എന്ന വാശിയിൽ അവിടെ നിൽക്കുന്നു. ബോബി ചെമ്മണ്ണൂരാവട്ടെ ജാമ്യം കിട്ടിയിട്ടും ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജയിലിനകത്ത് തുടരുന്നു. 5,000-10,000 അടയ്ക്കാനില്ലാത്ത ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയ കേസോ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ കേസൊക്കെ എടുക്കുമോ അറിഞ്ഞൂടാ പോട്ടെ. അങ്ങനെയൊക്കെ ആൾക്കാരുടെ പൈസ അടയ്ക്കാൻ വേണ്ടി ബോബി ജയിലിൽ നിൽക്കുന്നു. ഇതേതാ പാരലൽ വേൾഡാണോ എന്ന് കോടതിക്ക് സംശയം തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. ഈ വിശദാംശങ്ങൾ മൊത്തം ഉച്ചയ്ക്ക് 12 മണി കോടതിക്ക് മുന്നിലേക്ക് വരികയാണെങ്കിൽ ബോച്ചെ വീണ്ടും അകത്തേക്ക് തന്നെ പോകുന്ന ഇടയുണ്ടാകുമോ അശ്വിൻ? തള്ളിക്കളയാനാവില്ല കാശ്മീർ. കാരണം അതിനും അപ്പുറത്തേക്കാണ് ഇപ്പോൾ ഈ ജയിലിന് മുന്നിലുണ്ടായ നാടകീയ രംഗങ്ങൾ. അതായത് ഇന്നലെ കണ്ടതിൻ്റെ അപ്പുറത്താണ് ഇന്നിവിടെ ഉണ്ടായത് എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം ഒരു വിഭാഗം ആളുകൾ എത്തുന്നു, കൂടി വന്നാലും 5-6 പേരേ ഉള്ളൂ. അവർ മെൻസ് അസോസിയേഷൻ, ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ എന്നാണ് അവകാശപ്പെട്ടത്. സംസ്ഥാന അധ്യക്ഷൻ അടക്കം ഉണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം ബോബി ചെമ്മണ്ണൂരിന് പിന്തുണ കൊടുക്കുക, എന്ത് വില കൊടുത്തും ബോബിക്കൊപ്പം നിൽക്കും എന്നൊക്കെയാണ് അദ്ദേഹം ബൈറ്റിൽ പറഞ്ഞത്. ജയിലിന് മുന്നിൽ പടക്കം പൊട്ടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഒപ്പം ഒരു പൂമാലയൊക്കെ കൊണ്ടുവരുന്നു, അത് ബോബി ചെമ്മണ്ണൂരിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവർ പൊട്ടിക്കാൻ കൊണ്ടുവന്ന പടക്കം എന്തായാലും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ 2 മാലപ്പടക്കങ്ങളാണ് കൊണ്ടുവന്നത്. ഇത് ഈ കാക്കനാട് ജയിലിൻ്റെ മുന്നിലിട്ട് പൊട്ടിക്കാനായിരുന്നു ഉദ്ദേശം. നമുക്ക് കാക്കനാട് ജയിലിന് മുൻവശം അറിയാം, വലിയ തിരക്കുള്ള സ്ഥലമാണ്, ഒരുപാട് വാഹനങ്ങൾ വരുന്ന സ്ഥലമാണ്, ഈ ഓഫീസ് സമയമാണ്, ഒരുപാട് ആളുകളൊക്കെ വരുന്ന സ്ഥലമാണ്. അതിന് മുന്നിൽ പടക്കം പൊട്ടിക്കാനായിട്ടാണ് ഇവരെത്തിയത്. എന്തായാലും പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ മൂലം ആ പടക്കം പൊട്ടിക്കുന്നതിലേക്ക് കടന്നില്ല, പടക്കം പിടിച്ചെടുത്തു. ഒപ്പം ഇവിടെ കിടന്ന ഒരുപാട് ഷോ കാണിച്ചാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വന്ന ആളുകൾ പിരിഞ്ഞു പോയിട്ടില്ല, വലിയ പോലീസ് സന്നാഹമുണ്ട്. അത്തരത്തിലൊരു പടക്കം പൊട്ടിക്കുന്നതിലേക്ക് പോയാൽ ഒരുപക്ഷെ അത് വലിയ പ്രശ്നമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, ആളുകളൊക്കെ പോകുന്ന വഴി എന്നുള്ള നിലയിൽ. എന്തായാലും അവരിപ്പോഴും പിരിഞ്ഞു പോകാതെ ആ വന്ന 6 പേരും ഇവിടെ തന്നെ തുടരുകയാണ്. 2 വനിതകളടക്കം ഇവരുടെ ഒപ്പമുണ്ട്. പോലീസ് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇതാണ് പ്രശ്നം, ഇവിടെ പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാനോ അതിനോട് അനുകൂലിച്ച് ഇവിടെ നിന്ന് പിരിയാനോ ഒന്നും അവർ തയ്യാറാകുന്നില്ല. തൃശ്ശൂരിലേക്കാണ് ബോബി ചെമ്മണ്ണൂർ പോയെന്ന് അവർ അവകാശപ്പെടുന്നു. തൃശ്ശൂരിൽ പോയി ബോബിക്ക് മാലയിട്ട് സ്വീകരണം നൽകും, അവിടെ പടക്കം പൊട്ടിക്കും, അവിടെ നിങ്ങൾക്ക് തടയാനാവില്ലല്ലോ എന്നൊക്കെയാണ് പോലീസിനോട് ചോദിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കോട്ടിട്ട ആളാണ് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ. സംഘടനയുടെ ഉന്നത നേതാവാണോ കൂളിംഗ് ഗ്ലാസ് വെച്ച യുവാവ്? അവരുടെ ജില്ലാ പ്രസിഡന്റാണെന്ന്, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇവരെ നമുക്ക് KSRTC ബസ്സിൽ വെച്ച് യുവതിയെ ലൈംഗിക അധിക്ഷേപം നടത്തിയ ആളെ ജയിലിൽ പൂമാലയിട്ട് സ്വീകരിച്ച വിഷയത്തിലൊക്കെ ഒരുപാട് കുപ്രസിദ്ധി ആർജിച്ച സംഘടനയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ. എന്തായാലും സ്വീകരണം നൽകാതെ പോവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവരിവിടെ നിന്ന് പോവുകയാണ്. യുവാവ് രോഷത്തോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. തൃശ്ശൂരിലേക്ക് പോവാണ് അശ്വിൻ, പടക്കം പൊട്ടിച്ച് സ്വീകരണം കൊടുക്കാൻ പോവാണ്. തൃശ്ശൂർ പോയി പടക്കം പൊട്ടിക്കുകയാണ് ബോച്ചയുടെ മുമ്പിൽ ഞങ്ങൾ അത് എല്ലാം സോൾവ് ആക്കി ഞങ്ങൾ അവിടെ പോയി ആഹ്ലാദം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. സംഘടനയുടെ സെക്രട്ടറിയാണ്, സംസ്ഥാന അതെ, ജീമോൻ കല്ലൂരിക്കൽ, ജീമോൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്ത്. വട്ടിയൂർക്കാവ് അജിത്തും ജീമോനും അവർ സംഘടനയുടെ സംസ്ഥാന പ്രതിനിധികളാണ്, സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമാണ്. എന്തായാലും ബോച്ചയുടെ മുന്നിൽ പോയി പടക്കം പൊട്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. വീട്ടിലേക്ക്, ബോച്ചയുടെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് യാത്രയാകുന്നു എന്ന് പറഞ്ഞ് എന്തായാലും കാക്കനാട് ജയിലിന് മുന്നിൽ നിന്ന് പോവുകയാണ്. അവർ കൊണ്ടുവന്ന പടക്കം പോലീസ് പിടിച്ചെടുത്തിട്ടുമുണ്ട്. കാശ്മീർ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഈ 2 പേരാണ് ആ സംഘടനയുടെ എന്താ പറയുക ഉന്നതാധികാര സമിതിയുടെ ആരോഗ്യമാണ്, വലിയ നേതാക്കളാണ്. ആ നേതാക്കൾ അവിടെ വന്നിരുന്നു. പടക്കം പൊട്ടിക്കാൻ 2 എന്താണ് വലിയ മാലപ്പടക്കങ്ങളുമായി വന്നത്. പോലീസ് എന്തായാലും ആ മാലപ്പടക്കം ചുരുട്ടി വണ്ടിക്കകത്ത് ഇട്ടുണ്ട്. അപ്പോൾ ഇവർ തൽക്കാലം ബോബി ചെമ്മണ്ണൂരിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ പോയി ആഹ്ലാദപ്രകടനം നടത്തുമെന്നാണ് പറയുന്നത്. ശ്രീകാന്ത് തുടർന്നു. ശ്രീകാന്ത്, ഇതൊക്കെ ആത്യന്തികമായി ബോബിക്കാണ് വള്ളിയായി വരിക എന്ന് ഈ പറഞ്ഞ സംഘടനയോട് ആരാന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ശ്രീകാന്ത്? ഹഷ്മി, ഇത് ഈ വ്യക്തിയെ ഇപ്പോൾ ദൃശ്യത്തിൽ കണ്ടപ്പോൾ മനസ്സിലായി. നേരത്തെ പൾസർ സുനി ഇറങ്ങിയപ്പോഴും സമാനമായ രീതിയിൽ സ്വീകരണം നൽകിയ വ്യക്തിയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കണ്ടത്. അതിനൊക്കെ മുൻപ് സമാനമായ ഇത്തരം കേസുകളിലൊക്കെ തന്നെ ജയിൽ മോചിതരാകുന്നവർക്ക് സ്വീകരണം നൽകുന്ന വ്യക്തിയാണ് ആ മുടി നീട്ടി വളർത്തിയ ആ വ്യക്തി. അത് മുൻപ് നമ്മൾ പലതവണ കൊച്ചിയിലടക്കം കണ്ടിട്ടുള്ളതുമാണ്. എന്തായാലും അദ്ദേഹം അടുത്ത വള്ളി വച്ചിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിനിട്ടാണ്. ഒരു കാരണവശാലും ബോബി ചെമ്മണ്ണൂരിനെ രക്ഷപ്പെടാൻ വിടില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ബോബിയുടെ അങ്ങേയറ്റത്തെ വിദ്വേഷം ഒരു പക്ഷേ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കാരണം ഹൈക്കോടതി കേസെടുക്കുമ്പോൾ ഈ വീഡിയോ എന്തായാലും കോടതി മുൻപാകെ എത്തും. ഇത്തരമൊരു കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന പ്രതിക്ക് സ്വീകരണം നൽകി
ഇതൊരു വലിയ ആഘോഷമാക്കി മാറ്റുന്നത്, ഫാൻസുകാർ കൂടുന്നത്, ഇങ്ങനെ കുറേ ആളുകൾ എത്തുന്നത് ഒക്കെ തന്നെ കോടതിയെ അപമാനിക്കുന്നതിനും അവഹേളിക്കുന്നതിനും ഈ ജാമ്യം എന്ന് പറയുന്നത് വലിയ പവിത്രമായ ഒരു സംഗതിയായി തന്നെയാണ് കാണുന്നത്. അത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വലിയ അവർ വലിയ ബഹുമാനത്തോടെയും ആദരവോടെയും ഒക്കെ കാണുന്ന കാര്യമാണ്. അതിനെ നമ്മുടെ ഇപ്പം ശ്രീകാന്തിന്റെ കോടതി റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ ഇതിനു മുമ്പ് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഓർമ്മയുണ്ടോ? എന്ന് പറഞ്ഞാൽ ജാമ്യം അനുവദിക്കുന്നു, ജാമ്യം കിട്ടാൻ ഓരോരുത്തർ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് ജാമ്യം വേണ്ട, അല്ലെങ്കിൽ ജാമ്യം ഞാനിവിടെ തുടരുകയാണ് ഇന്ന് രാത്രിയുടെ എന്ന് പറയുന്നു. അത് കോടതി ഇടപെടുന്നു, കോടതി സ്വമേധയാ കേസെടുക്കുന്നു. കോടതി ജാമ്യം കിട്ടിയിട്ട് പുറത്തു പോകാത്ത നടപടിയിൽ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു വാർത്ത ശ്രീകാന്തിന്റെ ഓർമ്മയിലുണ്ടോ? ഹാഷ്മി, ഇങ്ങനെ ഒരു പ്രൊസീജിയർ എൻ്റെ ഒരു ഈ കോടതി റിപ്പോർട്ടിംഗ് കാലത്തെ ആദ്യത്തെ അനുഭവമാണ്. ഇതിനു മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മാവോയിസ്റ്റ് നേതാവ് വാസു അറസ്റ്റിലായ സമയത്ത്, കോഴിക്കോട് വെച്ച് അറസ്റ്റിലായ സമയത്ത് അദ്ദേഹത്തിന് കീഴ്ക്കോടതി പലതവണ ജാമ്യം അനുവദിച്ചെങ്കിലും അദ്ദേഹം സ്വമേധയാ ജാമ്യമെടുത്ത് പുറത്തു പോകാൻ തയ്യാറാകാതെ അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ജയിലിൽ തന്നെ തുടർന്നിരുന്നു. അതുമാത്രമാണ് എൻ്റെ കേട്ടറിവിൽ, എൻ്റെ കണ്ടറിവിൽ ഉള്ളത്. ഹൈക്കോടതിയിൽ നിന്നോ കീഴ്ക്കോടതികളിൽ നിന്നോ അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു പ്രൊസീജിയർ ഇതാദ്യമായാണ്. ഇത് കണ്ടപ്പോൾ തന്നെ കൗതുകം തോന്നിയിരുന്നു, ഇന്ന് എന്തായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പോകുന്ന നടപടി എന്നറിയാൻ. എന്തായാലും കോടതി എന്താണോ ഉദ്ദേശിച്ചത് അത് കൃത്യമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നു, കനത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഈ ജാമ്യം എന്നൊക്കെ പറയുന്നത് നേരത്തെ സുപ്രീം കോടതി തന്നെ ഈ ജാമ്യത്തെയൊക്കെ പല രീതിയിൽ നിർവചിച്ചിട്ടുള്ളതാണ്. ഈ ജാമ്യത്തിൻ്റെ അന്തസത്ത തന്നെ ഇല്ലാതാക്കുന്നതാണ് ബോബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രവൃത്തി എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഈ മെൻസ് അസോസിയേഷൻ്റെ ചങ്ങാതിയൊക്കെ വന്ന് ആ ജയിലിന് മുന്നിൽ നടത്തിയ അഭ്യാസം ബോബിക്ക് വലിയ വള്ളിയാകാൻ സാധ്യതയുണ്ട്. അതാരെങ്കിലും മെൻഷൻ ചെയ്താൽ, ഇനി പ്രോസിക്യൂഷൻ ഭാഗം വല്ലതും ഉച്ചയ്ക്ക് 12 മണിക്ക് ഇത് എടുക്കുമ്പോൾ എത്തി ഇത് മെൻഷൻ ചെയ്താൽ ബോബിയുടെ കാര്യം കഷ്ടമെന്നേ പറയാനുള്ളൂ. അത് അദ്ദേഹത്തിന് തന്നെ വിനയാകും. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ബോബിക്ക് മനസ്സിലാകുന്ന രീതിയിൽ, ബോബിക്ക് ബോധം വയ്ക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകണം, എത്രയും വേഗം ഇവിടെ നിന്ന് സ്കൂട്ടാകണം, ഇല്ലെങ്കിൽ അകത്ത് തന്നെ തുടരേണ്ടി വരും, 10:15 കേസെടുക്കുമെന്ന്. അതായിരിക്കാം അദ്ദേഹം തിടുക്കപ്പെട്ട് ഇറങ്ങിപ്പോയത്. എന്തായാലും 12 മണിക്ക് കാത്തിരിക്കാം. ഇതിനപ്പുറത്തെ വിമർശനം എന്തായാലും ഉണ്ടാകും. ഈ ബോബി ചെമ്മണ്ണൂർ പരസ്യമായി പറഞ്ഞിട്ടും കൂടിയാണ് പോയത്, ഈ വിചാരണ തടവുകാർക്ക് വേണ്ടിയാണ് താൻ തുടർന്നതെന്ന്. എന്തായാലും നാടകം വേണ്ട എന്ന് തന്നെ കോടതി വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. അത് കടുത്ത ഭാഷയിൽ പറയുകയാണ്, കുഞ്ഞു കളിക്കരുത് കോടതിയോട് എന്ന് തന്നെ കോടതി ആ ഭാഷയല്ലെങ്കിൽ കൂടിയും ഒരു ശക്തമായ ഭാഷയിൽ നിയമമാണ്, ജാമ്യത്തിന് അതിൻ്റെതായ പവിത്രതയുണ്ട്, അതിൽ കയറി ഷോ കാണിക്കേണ്ട എന്ന് തന്നെ കോടതി പറയുകയാണ്. അതായത് ബോബി ചെമ്മണ്ണൂരിന്റെ കേസിൽ അന്വേഷണം 2 ആഴ്ചയ്ക്ക് പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് ഹൈക്കോടതി പറയുകയും ചെയ്യുന്നു. കോടതി ബോബി ചെമ്മണ്ണൂരിന്റെ ആ ഡ്രാമ അതീവ സീരിയസ്, അതീവ ഗൗരവമായി തന്നെ എടുക്കുകയും ചെയ്യുകയാണ്. ഓക്കെ അത് ഞാനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് 2 ആഴ്ചയ്ക്കകം പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുമെന്ന് കൂടി ഹൈക്കോടതി പറയുകയാണ്. ഈ ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ വട്ടിയൂർക്കാവ് എന്ന പേര് ഞാൻ വിട്ടുപോയി. എന്തായാലും ആ 2 പേർ, മുടി വളർത്തിയ 2 പേർ അവർ രോഷാകുലരാണ്. പടക്കം എന്തായാലും പോലീസ് പിടിച്ചു വാങ്ങി. ബോബി ചെമ്മണ്ണൂരിൻ്റെ വീട്ടിലേക്ക് അവർ പോവുകയാണ്. അവിടെ എന്താകുമോ എന്തോ.